ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് കുറ്റ്യങ്കാവിൽ പറയൊക്കെ വെച്ചിട്ടാണ് നേരെ ജോലിക്ക് പോയത്. അങ്ങനെ ഞാൻ കുറ്റ്യങ്കാവ് അമ്പലത്തിലെത്തിയപ്പോൾ നല്ല വരിയായിരുന്നു. പക്ഷേ ടോക്കനായ കാരണം അത്ര വലിയ തിരക്കായിട്ടൊന്നും തോന്നിയില്ല. വേഗം പറയൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് വൈകിട്ട് വാവച്ചിയുടെ ഡാൻസാണ് തച്ചിനത്തുകാവ് അമ്പലത്തിൽ. അപ്പോൾ അച്ഛനും അമ്മയും ഇന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡാൻസിന്. അപ്പോൾ ഞാൻ നേരെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അമ്മേനെയും കൊണ്ട് ഞാൻ പോകാമെന്നാണ് വിചാരിച്ചത്. അച്ഛൻ പണി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ പോവുകയാണ്. പക്ഷേ അരി വെള്ളത്തിലിട്ടത് അരച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ അരച്ച് വെച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങനെ നേരെ പോയി. വൈകിട്ട് അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഡാൻസൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അനിയന്മാർ തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം വരണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയും കൂടി പോയി. അവിടെ പാർലിക്കാട് എത്തി. അപ്പോൾ ഞാൻ വാവച്ചിയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ മേക്കപ്പിന് പോയതാണ്. അപ്പോൾ അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ വേഗം അമ്മേനെ അവിടെ ആക്കിയിട്ട് ഞാനും അടുത്തുള്ള കുട്ടിയും കൂടിയിട്ട് അങ്ങനെ വണ്ടിയുമ്മ പോയി. അവിടെ ചെന്ന് ഞാൻ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ ഒരുവിധം പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോന് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി കാലത്ത് വെച്ച കറിയൊക്കെ ചൂടാക്കി വെച്ചു. അങ്ങനെ ചായയൊക്കെ അരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട്, നീ പോയി കുളിച്ചോ, എന്നിട്ട് വിളക്ക് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കുളിച്ചൊക്കെ വരുമ്പോഴേക്കും അമ്മ ചായയൊക്കെ ചൂടൊക്കെ ആറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം പണികളൊക്കെ ചെയ്തു. അപ്പോൾ 7:30ക്കാണ് ഡാൻസ്. അപ്പോൾ അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോഴേക്കും അച്ഛൻ വന്നപ്പോൾ ഞാൻ അച്ഛന് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ഞാൻ വിളക്ക് വെച്ചിട്ട് ഞാൻ അമ്മയും കൂടിയിട്ട് നടന്നിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അച്ഛൻ തുടങ്ങുമ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് തൊഴുത് വരുമ്പോഴേക്കും ബിജേഷേട്ടൻ വന്നു. അപ്പോൾ ആൾക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ഞാനും അമ്മയും നടന്നു പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിനെയും ഹസ്ബൻഡിനെയും കണ്ടു. അപ്പോൾ അവരോട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടാ.